ഇടുക്കി മലങ്കര ഡാമിൽ നടപ്പിലാക്കുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതി കരാറിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭമുണ്ടാക്കുന്ന രീതിയിൽ കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കിയെന്നുള്ളതാണ് ആരോപണം. ഡാമിന്റെ 21.47 ഏക്കർ ക്യാച്ച്മെന്റ് ഏരിയയും ജലാശയവും 30 വർഷത്തേക്ക് വിട്ടു നൽകുമ്പോൾ വരുമാനത്തിന്റെ 3.5% മാത്രമാണ് സർക്കാരിന് ലഭിക്കുക. ദൃശ്യമടക്കം നിരവധി സിനിമകളുടെ ലൊക്കേഷനാണ് കോളപ്ര. അവിടെ മലങ്കര ജലാശയത്തോട് ചേർന്നാണ് നിർദ്ദിഷ്ട ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. KIADC തയ്യാറാക്കിയ പദ്ധതിക്ക് 116 കോടി രൂപയാണ് ചെലവ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി കൊണ്ട് സർക്കാരിന് കാര്യമായ ഗുണമില്ലെന്നാണ് ആരോപണം. ജലസേചന വകുപ്പിന്റെ 21 ഏക്കർ 30 വർഷത്തേക്കാണ് കോഴിക്കോട് ആസ്ഥാനമായുള്ള FSIT റെഡീഫ് ആൻഡ് ഡെസ്റ്റിനേഷൻ എന്ന കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന ലാഭവിഹിതമാകട്ടെ 3.5%. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള PPP മോഡൽ പദ്ധതിക്ക് 30% വരെ ലാഭവിഹിതം ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ മികവ് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. സമഗ്രമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തണം. ഈ ഇറിഗേഷൻ ടൂറിസം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന നിലവിലെ കരാർ റദ്ദ് ചെയ്ത് പുതിയ കരാർ സർക്കാരിന് ലാഭകരമാകുന്ന രീതിയിൽ പുതിയ നിബന്ധനകൾ വെച്ചുകൊണ്ട് കൂടുതൽ റവന്യൂ ഷെയർ സർക്കാരിന് ലഭിക്കുന്ന രീതിക്ക് പുതിയ കരാർ നടപ്പിലാക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. സ്കൈ വോക്ക്, ബംഗി ജംപ്, ജെറ്റ് സ്കീ, അക്വറ്റിക് സ്പോർട്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. പദ്ധതിക്കായി സർക്കാർ ഉത്തരവിറക്കി 5 മാസം കഴിഞ്ഞാണ് FSIT എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത്. കൂടാതെ ടെൻഡറിൽ മറ്റ് 2 കമ്പനികളൊന്നും പങ്കെടുത്തതുമില്ല. സാധാരണ ഇത്തരം സാഹചര്യത്തിൽ റീടെൻഡർ ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. ഇത് അഴിമതിയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.